ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തനൂസ് വേൾഡ് ടേസ്റ്റ് ആൻഡ് ഈറ്റ്. എല്ലാവരും ഹാപ്പിയായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഒരു അടിപൊളി സ്വീറ്റ് ഡിഷാണ് ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങളോ അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ നമ്മൾ ചോറൊക്കെ വയ്ക്കുമ്പോൾ കുറച്ച് ബാലൻസ് വരും. അപ്പോൾ അത് നമുക്കെടുത്ത് കളയാനും വലിയൊരു മടിയായിരിക്കും. അപ്പോൾ ഇനി തൊട്ട് ചോറൊക്കെ ബാലൻസ് വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിഷ് ചെയ്തെടുക്കാം. എല്ലാവർക്കും ഇഷ്ടമാവും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ബാലൻസ് വരുന്ന ചോറ് കൊണ്ട് ഒരു അടിപൊളി ഹൽവ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് ശർക്കര വേണം. ഞാനൊരു 500 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്ക, കാഷ്യൂനട്ട്, പിന്നെ നല്ല കട്ടി തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോൺഫ്ലവർ വേണം. പിന്നെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പൊന്നിയരിയുടെ ചോറാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് മട്ട അരിയുടെ ചോറ് ഏതായാലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഹൽവ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് മിക്സിയുടെ ഒരു വലിയ ജാർ എടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചോറ് ചേർത്ത് കൊടുക്കാം. അതിലേക്കൊരു 5-6 പീസ് ഏലക്ക ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചതായാലും മതി. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നല്ല കട്ടി തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്നത് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അതിലേക്ക് ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ശർക്കര ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് മെൽറ്റായി വരുന്നവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഓൾമോസ്റ്റ് മെൽറ്റായി വന്നിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഹൽവ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് ഞാൻ ഇത് ബട്ടറിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കൈവശം നെയ്യാണെങ്കിൽ അത് മതിയാവും. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർ മതിയാവും. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ചോറിൻ്റെ കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ അരിച്ച് മാറ്റി വയ്ക്കാമെന്ന് പറഞ്ഞല്ലോ, ഞാൻ അരിച്ചില്ലായിരുന്നു. അപ്പോൾ ഇത് ഡയറക്റ്റ് നമുക്ക് അരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയ്ക്കുള്ള ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനുള്ളത്. ഇതിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാനിലൊക്കെ പിടിക്കുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ പാനിലൊന്നും പിടിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ ഇളക്കുമ്പോൾ നന്നായിട്ട് സൂക്ഷിക്കണം, കൈമേലൊക്കെ വീഴാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതോടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറേ കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് ടൈറ്റ്നെസ് ഫീൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4-5 സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുത്തു. അപ്പോൾ കറുത്ത എള്ള് ഇഷ്ടമല്ലാത്തവർക്ക് വേണമെങ്കിൽ കാഷ്യൂനട്ടോ അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാം. നട്ട്സ് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം.
അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുത്തു. ഇപ്പോൾ പാനിലൊക്കെ വിട്ട് വരുന്ന ആ ഒരു രീതി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ചുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗളിലേക്കാണ് മാറ്റുന്നത്. ഗ്ലാസ് ബൗളിലേക്ക് മാറ്റണമെന്നൊന്നുമില്ല, ഏതെങ്കിലും ഒരു ബൗളിലേക്ക് മാറ്റിയാൽ മതി. അപ്പം ഞാനത് ഒന്ന് ഒരു ഭംഗിയാവാൻ വേണ്ടിയിട്ട് ഞാൻ ആ ബൗളിൻ്റെ ഉള്ളിൽ കാഷ്യൂനട്ട് ഒന്ന് ഇങ്ങനെ വയ്ക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് നമുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഹൽവ ചേർത്ത് ഒരു ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത സ്പൂൺ കൊണ്ട് ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് എല്ലാം കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സ്പൂൺ വെച്ചിട്ട് നമുക്ക് പ്രസ് ചെയ്തിട്ട് ശരിയായില്ലെങ്കിൽ നമുക്കൊരു ഫോയിൽ പേപ്പറോ അല്ലെങ്കിൽ ഒരു ഇലയോ വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം. നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നന്നായിട്ട് തണുത്തപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് കണ്ടോ, കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കട്ട് ചെയ്ത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഹൽവയുടെ ടെക്സ്ചർ, നല്ല ടേസ്റ്റിയാണ്, നല്ല സോഫ്റ്റാണ്. ആ കറുത്ത എള്ളൊക്കെ ഇട്ടപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ഇതിൽ പാലൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഒരു ദിവസം ഇതിൽ കൂടുതൽ നമുക്ക് കഴിക്കാനുണ്ടാവുമെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ടൈം കിട്ടുമ്പോൾ വീഡിയോസൊക്കെ ഫുള്ളായിട്ട് വാച്ച് ചെയ്തിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.